പ്രതിപക്ഷത്തിന്റെ ഇമ്മീഡിയറ്റ് എതിരാളികൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി ബി.ജെ.പിയുടെ ഇപ്പോൾ പറയുന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലേക്കാകും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഇന്ത്യ മുന്നണിയുടെ നിങ്ങൾ എന്തിനാണ് വേറെ വേറെ നിൽക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ ലോക്സഭാ ഇലക്ഷന്റെ സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തിന്റെ അവഗണന ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്, പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ പലയിടത്തും പിരിക്കാനുള്ളത് കൃത്യമായി നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇതിപ്പോൾ ഇത് ഇടത് സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, മുൻപും ഈ രൂപത്തിൽ തന്നെയാണ്. മദ്യവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടകളുമായി ബന്ധപ്പെട്ടൊക്കെ പിരിക്കേണ്ട നികുതി വേണ്ട രൂപത്തിൽ പിരിച്ചെടുക്കുന്നില്ല ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. അത് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കാതിരുന്നാൽ ഇന്ന് ഇപ്പോൾ ഇടത് സർക്കാർ അനുഭവിക്കുന്നത് നാളെ UDF സർക്കാരും അനുഭവിക്കാനിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരുമിച്ചൊരു പ്രതികരണം നടത്തുകയും ഒരുമിച്ചൊരു സമരത്തിന് പോകാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് പ്രായോഗികമായിട്ടുള്ള കാര്യം. പല വിഷയങ്ങളിലും ഒരുമിക്കാവുന്ന പല വിഷയങ്ങളും ഒരുമിക്കുകയും സഭയിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും എതിർത്ത് നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷമല്ല. അതേസമയം സമരത്തിലൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് കോൺഗ്രസ് സമരത്തിനുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, സുജയുടെ അവസരമാണ്, ഒറ്റ വരെയേ ഉള്ളൂ. ഇത് നല്ലൊരു പൊളിറ്റിക്കൽ മൂവാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. നോക്കൂ, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് യോജിക്കാനുള്ളൊരു വേദി ഒരുക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവർക്ക് സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമല്ല, ഇവർക്ക് കേവലം രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രമാണുള്ളത് എന്ന് തിരിച്ചു പറയാനുള്ളൊരു സാഹചര്യം പൊളിറ്റിക്കലി CPM-ഉം LDF ഒരുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. Meet the editors.